ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ആകെ മൊത്തം അലറി വിളിച്ച് കരയുന്ന അനുമോളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൂറയോട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആദില ഇല്ല ഈ പ്രശ്നത്തിൽ. കാരണം ആദിലയോട് ചോദിക്കാൻ ആദില ഇല്ല. അതുകൊണ്ട് തന്നെ നൂറ അടുത്തുണ്ടായിരുന്നു. നൂറയ്ക്കറിയാം ആ ഒരു പേര് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും. പക്ഷേങ്കിൽ ഇതെല്ലാം നൂറയോട് ചോദിക്കുന്ന സമയത്ത് അള്ളാണ് സത്യം, എനിക്കറിയില്ല, നിങ്ങൾ രണ്ടുപേരും തിരിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്, എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നൂറയുടെ ഒരു പറച്ചിൽ കേൾക്കുമ്പോഴേ ഒരു പകുതി കള്ളലക്ഷണമുള്ള പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ നൂറ പറയുന്നത് എനിക്കൊന്നും അറിയില്ല, നീ ആദിലയോട് ചോദിച്ചോളൂ എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് പറയുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അനുമോൾക്കെതിരായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം ഈ രീതിയിലുള്ളൊരു ആരോപണം പറയുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ആരെയും പിടിച്ച് കുലുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആദ്യ ദിനങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ എപ്പോഴും കരിവാരി തേക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത്, അക്ബറിനെ മാക്സിമം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളത് പല കുറി അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ വെച്ച് കോറിലേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും. അതേപോലെ തന്നെ അവൻ്റെ സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്നുള്ള കാര്യങ്ങൾ ഗ്രൂപ്പ് ചേർന്ന് ഷാനവാസിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. നൂറയൊട്ട് സമ്മതിക്കുന്നുമില്ല. അനുമോൾക്ക് ഇതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നും അറിയാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അനുമോളും പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എൻ്റെ അച്ഛനാണ് സത്യം, അമ്മയാണ് സത്യം, ഇല്ലെങ്കിൽ എനിക്ക് കപ്പും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നൂറയോട് ചോദിക്കുന്ന സമയത്തും നൂറയും പറയുന്നുണ്ട്, അള്ളാണ് സത്യം, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നൂറയുടെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ അവർ തന്നെയാണ് പറയേണ്ടത്. പിന്നെ ആദിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദില പല സമയത്തും കള്ളങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. അതായത് അനുമോളുടെ ബോഡി സിലിക്കോൺ ഇട്ട് വെച്ചിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീടൊന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ച സമയത്ത് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അനുമോളുടെ ഫ്രണ്ട്സാണ് ഇതിനെല്ലാം കാരണക്കാർ. അതിനകത്ത് പഴിയായി വരുന്നത് അനുമോൾ വരുന്നുണ്ട്, പാവം പിടിച്ച അക്ബർ വരുന്നുണ്ട്. എന്തായാലും ആകെ മൊത്തം പ്രശ്നത്തിലായിരിക്കുകയാണ് നമ്മുടെ ഹൗസ് ഇപ്പോൾ.